നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് എങ്ങനെയാണ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ഒരു 10 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ റീച്ച് കൂട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് SEO എന്ന് പറയുന്നത്. ഗൂഗിൾ, യാഹൂ ഒക്കെ പോലെയുള്ള സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ഫസ്റ്റ് പേജിൽ റാങ്ക് ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു മേ ബി നിങ്ങളുടെ അടുത്തുള്ള ബെസ്റ്റ് ഫുട്വെയർ ഷോപ്പ് ഏതാണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പേജിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് കൊണ്ടുവരേണ്ട രീതിയിൽ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ SEO ചെയ്യുന്നതിനായിട്ട് 2 രീതികളുണ്ട്. ഒന്ന് ഓൺ പേജ് SEO, രണ്ടാമത് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഓരോ പേജസിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് SEO ചെയ്യുന്നതിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. ഓൺ പേജ് SEO എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺ പേജ് SEOയിൽ നമ്മൾ കീവേഡ്സ്, അതായത് നിങ്ങളുടെ ഓരോ പേജസിലും നിങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടൻറ്റിലോട് ത്രൂ ഔട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനകത്ത് വരുന്ന ടൈറ്റിൽസിൽ, ഹെഡേഴ്സിൽ, മീറ്റ ഡിസ്ക്രിപ്ഷൻസിൽ, ഓൾ ടാഗ്സിൽ, ഇതിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ കീവേഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസേർട്ട് ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ കണ്ടൻറ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് കണ്ടൻറ്റ് കൊടുക്കുന്നോ അത്രയും കണ്ടൻറ്റുകൾ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്റ്റിമൈസ് ചെയ്യുക നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെറ്റർ റാങ്കിങ് കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പേജ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേജ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം എടുക്കുകയാണ് അത് ലോഡാവാൻ എന്നുണ്ടെങ്കിൽ, അതായത് ഇമേജസ് ലോഡാവാൻ, ടെക്സ്റ്റ് ലോഡാവാനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വെബ്സൈറ്റ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പൊതുവേ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 6 സെക്കൻഡ്സ്, അതായത് 6 സെക്കൻഡിന് മുകളിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനായിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ആ ഒരു സമയത്തിനോട് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡാവുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ബ്രൗസർ ക്യാഷ് എനേബിൾ ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് CDNs എന്ന് പറയും, അതിൻ്റെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡായി വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഓഫ് പേജ് SEOയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ലിങ്ക്സ് ആണ് മെയിനായിട്ട് പറയുന്ന കാര്യം. അതായത് പോപ്പുലർ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൻ്റെ ഒരു ബാക്ക് ലിങ്ക് ലഭിക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് കൊളാബ് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വെബ്സൈറ്റിന് നിങ്ങളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഹൈ ക്വാളിറ്റി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ്റ്റ് ബ്ലോഗ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ക് ലിങ്ക് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബാക്ക് ലിങ്ക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SEO ബെറ്റർ ആവും. അടുത്തതെന്ന് പറയുന്നത് സോഷ്യൽ സിഗ്നൽസ് ആണ്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ട്രാഫിക് ലഭിക്കാനും കൂടുതൽ ആളുകൾ നിങ്ങളുടെ കോണ്ടൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ വെബ്സൈറ്റിലാണെങ്കിലും നിങ്ങളുടെ എല്ലാ പേജസിലും കൂടുതൽ എൻഗേജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ വരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബ്ലോഗിങ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയൻസിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് SEOയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗസ്റ്റ് പോസ്റ്റിംഗ് ചെയ്യാം. മറ്റ് വെബ്സൈറ്റുകൾക്ക് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതി കൊടുക്കാം. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൻ്റെ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരും നിങ്ങളുടെ വെബ്സൈറ്റിനെ പറ്റി അറിയും. അപ്പോൾ ഇങ്ങനെ ഗസ്റ്റ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ബുക്സ് അല്ലെങ്കിൽ വൈറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആളുകൾക്ക് ഓഫർ ചെയ്യാം ലീഡ്സ് കിട്ടാനായിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളൊരു PDF അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങൾ ഡിജിറ്റൽ കണ്ടൻറ്റ് ആവാം. അപ്പോൾ അത് നിങ്ങൾ ആളുകൾക്ക് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അവർ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആളുകൾ കൂടുതൽ അതിൽ എൻഗേജ്മെൻറ്റ് കാണിക്കും.
അടുത്തൊരു ഓപ്ഷനാണ് ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ യൂസേഴ്സിന് കൂടുതൽ എൻഗേജ് ചെയ്യാനായിട്ട് നല്ല വിഷ്വൽ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങൾ, ഇൻഫർമേഷനൊക്കെ കൂടുതൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മേ ബി ഒരു ടാബുലർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ചാർട്ട് ഫോർമാറ്റിൽ ഏതാണോ ആളുകൾക്ക് എളുപ്പ കാര്യം മനസ്സിലാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് കോണ്ടൻറ്റ് പ്ലാൻ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാം. അടുത്തത് സോഷ്യൽ മീഡിയ എൻഗേജ്മെൻ്റ് ആണ്. സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നമുക്ക് വെബ്സൈറ്റിന് ട്രാഫിക് കൂട്ടാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ഏത് തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഫേസ്ബുക്ക് ആയിരിക്കോ, ഇൻസ്റ്റഗ്രാം ആയിരിക്കോ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കോ എന്നുള്ളത് നോക്കിയിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് കോണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വോയിസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോളോവേഴ്സിനായിട്ട് റെഗുലർലി നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക. അവരുടെ കമൻസിന്, മെസ്സേജസിനൊക്കെ മാക്സിമം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എൻഗേജ്മെൻറ്റ് കൂടും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ഡെമോഗ്രാഫിക്സ്, അതായത് മേ ബി അവർ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളതായിരിക്കണം, ഇന്ന ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കണം, ഇന്ന ജെൻഡർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആഡ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ട്രാഫിക് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് എന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ന്യൂസ് ലെറ്റർ ഫോമാറ്റിൽ, അതായത് റെഗുലറായിട്ട് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഓഫർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ന്യൂസ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ന്യൂസ് ലെറ്റേഴ്സിന് വേണ്ടി സൈനപ്പ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് ആ ഒരു കണ്ടൻറ്റ് റെഗുലറായിട്ട് എത്തും. അപ്പോൾ ആളുകൾ മറക്കില്ല നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതലായിട്ട് ഇത് ചെയ്യരുത്. അപ്പോൾ ആളുകൾ ഇതൊരു സ്പാമിക് മോഡിലേക്ക് കാണും. നിങ്ങളുടെ ബ്രാൻഡിനെ അവർ വിലയിരുത്തുന്ന ഒരു രീതി തന്നെ മാറും. അൺസബ്സ്ക്രൈബ് ചെയ്ത് അവർ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ലെവലിലുള്ള നമ്പർ ഓഫ് ന്യൂസ് ലെറ്റേഴ്സ് മാത്രമേ നിങ്ങൾ അയക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ്, അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമെയിൽ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് സെഗ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മേ ബി സൈനപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഇത്ര എണ്ണം ഉണ്ട്, അപ്പോൾ അവർക്ക് ഇന്ന രീതിയിലുള്ള മെസ്സേജസ് പോകണം. ഓൾറെഡി നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് റിപ്പീറ്റഡ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ് സെഗ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് സെപ്പറേറ്റ്ലി ഡിസൈൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ബർത്ത്ഡേയ്സൊക്കെ നോക്കിയിട്ട് അന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പേഴ്സണലൈസ് ആയിട്ടുള്ള ഇമെയിൽസും നിങ്ങൾക്ക് ആളുകളുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാനും ഒരു ബ്രാൻഡ് ലോയാലിറ്റി ഉണ്ടാക്കാനും നിങ്ങളുടെ കൺവേർഷൻ റേറ്റ്സ് കൂട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ആളുകൾ എത്ര പേരത് കണ്ടു, അത് സെയിലായിട്ട് കൺവേർട്ട് ആവുന്ന ചാൻസസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് പെയ്ഡ് അഡ്വർടൈസിംഗ് ആണ്. പെയ്ഡ് അഡ്വർടൈസിംഗിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യാം, സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യാം, റീടാർഗറ്റിംഗ് ആഡ്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിൾ ആഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഗൂഗിൾ ആഡ്സിൽ ബേസിക്കലി നമ്മൾ PPC ആഡ്സ് അല്ലെങ്കിൽ പേ പെർ ക്ലിക്ക് ആഡ്സ് ആണ് ചെയ്യുക. അപ്പോൾ സെർച്ച് റിസൾട്ട്സിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീവേഡിന് വേണ്ടി ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റിസൾട്ട് ഓർഗാനിക്കായിട്ട് അതിനകത്ത് വരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓർഗാനിക്കായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പെയ്ഡ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ഒരു സ്പെസിഫിക് കീവേഡിന് വേണ്ടി സെർച്ച് ചെയ്തു, നിങ്ങളുടെ ബിസിനസ് അതുമായിട്ട് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും, ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് മുകളിൽ ഏറ്റവും മുകളിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ആളുകൾ ഫസ്റ്റ് കാണുന്നത് അതായിരിക്കും. അപ്പോൾ അവരത് ക്ലിക്ക് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അത് ഓരോരുത്തർ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുകളിലാണ് നിങ്ങൾ ചാർജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പേ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള PPC ആഡ്സ് എന്ന് നമ്മളിതിനെ പറയുന്നത്. അടുത്തത് സോഷ്യൽ മീഡിയ ആഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ആഡ്സ് ചെയ്യാവുന്നതാണ്. അടുത്തത് റീടാർഗറ്റിംഗ് ആണ്. റീടാർഗറ്റിംഗ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അതേ ആഡ്സ് വീണ്ടും കൊടുക്കുകയാണ്. അതായത് ഒരു റിമൈൻഡർ പോലെ. പോപ്പുലർ ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പിംഗ് ബ്രാൻഡ്സൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. അതായത്
വെബ്സൈറ്റിലേക്ക് അവരുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലായിട്ട് അതായത് ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണ് അത് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യാണ്. ആ ഒരു യൂസർ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആഡ്സ് പിന്നെ ഈ ആൾക്ക് കൂടുതലായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് യൂസർ എക്സ്പീരിയൻസ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകളത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്മൂത്തായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, മെനു ഇവിടെ, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സെക്ഷനിൽ ഇന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം കിട്ടും എന്നുള്ളത് ആളുകൾക്ക് എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഈസി നാവിഗേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മാത്രമല്ല വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക. മാത്രമല്ല ഇനഫ് കോൾ ടു ആക്ഷൻസ് കൊടുക്കുക. അതായത് ഈ ഒരു പേജ് വിസിറ്റ് ചെയ്യുന്ന യൂസർ ഇന്ന പോലെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. മേ ബി ഷോപ്പ് നൗ അല്ലെങ്കിൽ ബൈ നൗ, കോൾ നൗ, ബുക്ക് എ കൺസൾട്ടേഷൻ ടുഡേ, അങ്ങനെയൊക്കെയുള്ള വേർഡ്സാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് അനലിറ്റിക്സ് ആൻഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗൂഗിൾ അനലിറ്റിക്സ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് നിങ്ങൾ റെഗുലറായിട്ട് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതും ആളുകളുടെ കൺവേർഷൻ റേറ്റ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് A/B ടെസ്റ്റിംഗ്. അതായത് ഒരേ പേജിൻ്റെ, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു പേജിൻ്റെ 2 വേർഷൻസ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഏത് പേജസ് ആണ് കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളൊരു കാര്യമാണ് ഹീറ്റ് മാപ്സ് എന്ന് പറയുന്നത്. ഹോട്ട്ജാറൊക്കെ പോലെയുള്ള ടൂൾസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളതും സ്ക്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് പേജസിലൂടെ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് മാപ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോക്കൽ SEO. ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഉപയോഗിക്കാം. ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ് ആളുകളുടെ കീവേഡ്സിനനുസരിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ലോക്കൽ ഡയറക്ടറീസിലൊക്കെ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലോക്കൽ കസ്റ്റമേഴ്സ് എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ റിസൾട്ട്സ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതും വെബ്സൈറ്റിൻ്റെ ട്രാഫിക് കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കൊളാബറേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അഫിലിയേറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു കമ്മീഷൻ ഓഫർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾ അത് ഷെയർ ചെയ്യും, കൂടുതൽ പേരിലേക്ക് അത് എത്തും. ചെറിയൊരു കമ്മീഷൻ നിങ്ങൾ ഈ ഒരു ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് റെഫറലായിട്ട് കൊടുത്താൽ മതിയാവും. അടുത്തതാണ് കസ്റ്റമർ റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രസൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് നിങ്ങൾക്ക് റിവ്യൂസ് ലീവ് ചെയ്യാനായിട്ട് പറയാം. ഗൂഗിളിലോ അല്ലെങ്കിൽ യെൽപ്പിലോ അല്ലെങ്കിൽ മറ്റ് റിവ്യൂ സൈറ്റ്സിലൊക്കെ അവരുടെ ഓണസ്റ്റ് റിവ്യൂസ് ഷെയർ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അത് കാണുമ്പോൾ അവർക്ക് നിങ്ങളുടെ ബ്രാൻഡിലൊരു വിശ്വാസം ഉണ്ടാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ അത് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് അത് എത്താനായിട്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും നിങ്ങൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ റിസൾട്ട്. നിങ്ങളുടെ അപ്രോച്ച് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പെർഫോമൻസിന് ബേസിസിൽ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും റിസൾട്ട്സ് കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.